ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹധനയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി, ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയ ഉടനെ തന്നെ ഇസ്ലാം സ്വീകരിച്ചവരിൽപ്പെട്ട ഒരാളാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ തന്നെയായിരുന്നു ഒരു കാലത്ത് അടിമയായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ താമസം. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹക്ക് അടിമയായി ലഭിക്കുകയും പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയും ചെയ്ത ആളാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അടിമത്ത മോചനം നൽകിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലും കുടുംബത്തിലുമൊക്കെയായി കൊണ്ട് തന്നെയാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു കടിച്ചുകൂട്ടിയത്. അങ്ങനെ കാലങ്ങളോളം കഴിഞ്ഞ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനൊരു വിവാഹം ചെയ്തു കൊടുക്കുകയും അതിൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമ അങ്ങനെ ഒരു മകൻ ജനിക്കുകയും ചെയ്തു. ഉസാമത്ത് ബിൻ സെയ്ദിനെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പ്രത്യേകം പരിശോധിക്കുകയും ആ പരിശോധനകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്ത ആളായിരുന്നു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉസാമ
ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന ശഅബാൻ മാസം, ഈ ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ശഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലം അറക തസൂമു ശഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാൻ മാസത്തിൽ നിങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിൽ നിങ്ങൾ നോമ്പെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് അതിന്റെ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ പൂർണ്ണമായി നോമ്പെടുത്തുവെങ്കിൽ ശഅബാൻ മാസത്തിൽ ധാരാളമായി കൊണ്ട് നോമ്പെടുക്കാറുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച ഈ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു കണ്ടതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ശഅബാനിൽ ധാരാളമായിട്ട് നോമ്പെടുക്കുന്നത്? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും അറബ് മാസത്തിൽ 8ാമത്തെ മാസമായ ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചു. ശഅബാനിന്റെ പോരിശകളൊക്കെ പലതും കേൾക്കാനും അറിയാനും തുടങ്ങി. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെയായി അതിന്റെ ഫളിലുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ എന്താണ് നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഹദീസിൽ 3 കാര്യങ്ങളെ കുറിച്ചാണ് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ശഅബാനിൽ നിലകൊള്ളുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയേണ്ടതായ 3 കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഫളിലായി എണ്ണിപ്പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ മാസവുമായി ബന്ധപ്പെട്ട്. അതിൽ 1ാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദാലിക ശഹ്റുൻ, അതൊരു മാസമാണ്, യഗ്ഫുലു الناس അൻഹു ബൈന റജബിൻ വറമളാൻ. റജബ് മാസത്തിന്റെയും റമളാൻ മാസത്തിന്റെയും ഇടയിൽ ആളുകൾ ധാരാളമായി ഗഫ്ലത്തിലാകുന്ന മാസമാണ്. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധമാണ്. ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസം. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശഅബാനിന്റെ മുമ്പത്തെ മാസമായ റജബിനെ കുറിച്ചും ശഅബാനിന്റെ ശേഷമായ റമളാനിനെ കുറിച്ചും പ്രത്യേകം എടുത്തു പറഞ്ഞത്? റജബിനെ സംബന്ധിച്ചിടത്തോളം അത് പവിത്രമായ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെ ഹുർമത്തിന്റെ മാസങ്ങളായി എണ്ണിയതിൽ ഒന്ന് റജബ് മാസമാണ്. ആ റജബിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് അറബികളെ സംബന്ധിച്ചിടത്തോളം വലിയ കുറ്റകരമായി കണ്ടിരുന്ന കാര്യം. ആ ഒരു മാസത്തിന് പ്രത്യേകം ഹുർമത്ത് കൊടുത്തിരുന്നു. അങ്ങനെയുള്ള റജബ് ആളുകൾ എല്ലാവരും പവിത്രമായി കാണുന്ന മാസം. ഇനി റമളാനിനെ സംബന്ധിച്ചിടത്തോളമോ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പവിത്രമായി കാണുന്ന മാസം, മാസങ്ങളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന മാസം അതാണല്ലോ റമളാൻ. ആ റമളാനിനെ സംബന്ധിച്ചിടത്തോളം റമളാനിൽ ആളുകൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നു. കാരണം റമളാനിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുള്ളത്, റമളാനിലാണ് പൂർണ്ണമായി കൊണ്ട് നോമ്പെടുക്കേണ്ടത്, റമളാനിലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത്. ഒരുപാട് ഫضലുകൾ റമളാനിൽ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ അതിന് പ്രത്യേക പരിഗണന കൊടുക്കും. റജബിനും ആളുകൾ പരിഗണന കൊടുക്കും. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ശഅബാൻ മാസത്തിന് ആളുകൾ അശ്രദ്ധമായി കാണും. പല ആളുകളും ഈ ഒരു ശഅബാൻ മാസത്തിന് പ്രാധാന്യം കൊടുക്കൂല എന്ന് മാത്രമല്ല, ഇനിയിപ്പോ എന്തായാലും റമളാൻ വരുമ്പോ ചെയ്യാൻ പറ്റൂല, റമളാൻ ആകുമ്പോ കാണാൻ പറ്റാത്ത പലതും ഇപ്പൊ കാണാൻ നല്ലത്, റമളാൻ ആകുമ്പോ ചെയ്യാൻ പറ്റാത്ത പലതും ഇപ്പൊ ചെയ്യാൻ നല്ലത്, റമളാൻ ഇത് അടുത്തു, ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പറയാനുള്ളതും ചെയ്യാനുള്ളതും ഒക്കെ ഇപ്പൊ തന്നെ ചെയ്യട്ടെ. ഗഫ്ലത്തിലാകും ആളുകൾ, അശ്രദ്ധമാകും, നിസാരവൽക്കരിച്ചുകൊണ്ടിരിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിൽ ശഅബാൻ മാസത്തിന്റെ ഫളിലിനെ കുറിച്ച് പറഞ്ഞതെങ്കിൽ 2ാമത്തെ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, വഹുവ ശഹ്റുൻ, അതൊരു മാസമാണ്, തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിലേക്ക് ഓരോ ആളുകളുടെയും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്.
നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതാണ് ഈ ഒരു മാസം. അതൊരു നിസ്സാരമായ കാര്യമല്ല. മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ 3 തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. 3 തരത്തിൽ നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. ഒന്ന്, ദിവസവും ഉയർത്തപ്പെടുന്നു. എല്ലാ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു 2 സമയങ്ങളിലായിക്കൊണ്ട്. എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നു 2 സമയങ്ങളിൽ. ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യതആഖബൂന ഫീകും മലായികത ബില്ലൈലി വമലായികതു ബിന്നഹാർ. രാത്രിയും പകലുമൊക്കെ നിങ്ങളിൽ മാറി മാറി വരുന്ന മലക്കുകളുണ്ട്. നിങ്ങളിലേക്ക് ഇങ്ങനെ വന്ന് പിന്നെ രാവിലെ വരുന്ന ആളുകൾ വൈകുന്നേരത്ത് പോകുന്നു, വൈകുന്നേരത്ത് വരുന്ന ആളുകൾ രാവിലെ പോകുന്നു. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്ർ വസ്വലാത്തിൽ അശ്ർ. ഈ 2 മലക്കുകളും, ഈ 2 വിഭാഗം മലക്കുകളും ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സുബ്ഹ് നമസ്കാരത്തിനും അസ്ർ നമസ്കാരത്തിനും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുമ്മ യഅറുജു അല്ലദീന ബാതു ഫീകും. അവരവിടെ കഴിഞ്ഞതിന് ശേഷം അവരങ്ങനെ ഉയർന്നു പോകും, ആകാശത്തേക്ക് അവർ കയറിപ്പോകും. ഫയസ്അലുഹും വഹുവ അഅലമു ബിഹിം. അങ്ങനെ മലക്കുകൾ വരുമ്പോ, സുബ്ഹിന്റെ മുമ്പ് വന്ന മലക്കുകൾ ഇപ്പൊ ഈ പള്ളിയിലുണ്ട്. സുബ്ഹിന്റെ മുമ്പ് പള്ളിയിലേക്ക് വന്ന മലക്കുകൾ ഇനി അസർ നമസ്കാരം കഴിഞ്ഞാലാണ് ഉയർന്നു പോവുക. അസർ നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് വരുന്ന മലക്കുകൾ നാളെ സുബ്ഹ് കഴിഞ്ഞാലാണ് പോവുക. ഈ 2 വിഭാഗം മലക്കുകളും ഒരുമിക്കുന്ന സമയമാണ് സുബ്ഹ് നമസ്കാരവും അസ്ർ നമസ്കാരവും. 2 കൂട്ടരും ഉണ്ടാകും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ മലക്കുകൾ അല്ലാഹുവിലേക്ക് ഉയരപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് ചോദിക്കും. അല്ലാഹുവിന് അറിയാം എന്താണ് ഈ അടിമകൾ ചെയ്തിട്ടുള്ളത് എന്ന്, നമ്മൾ എന്താ ചെയ്തത് എന്നുള്ളത് റബ്ബിന് നല്ലോണം അറിയാം. വഹുവ അഅലമു ബിഹിം. അതിനെക്കുറിച്ച് അല്ലാഹു അറിയുന്നവൻ തന്നെയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, കൈഫ തറക്തും ഇബാദി. ആ മലക്കളോട് ചോദിക്കാണ്, നിങ്ങൾ ഇങ്ങനെ വിട്ടേച്ചു പോകുമ്പോ എന്റെ അടിമകൾ എങ്ങനെയായിരുന്നു? നിങ്ങൾ എന്റെ അടിമകളെ കണ്ടല്ലോ, അവരെ കാണുന്ന സമയത്തും നിങ്ങൾ അവിടെ നിങ്ങോട്ട് പോരുന്ന സമയത്തൊക്കെ അവരെങ്ങനെയായിരുന്നു? ആ സമയത്ത് ആ മലക്കുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്തും ഒരു നിസ്കാരത്തിലാണ്, ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്തും ഒരു നിസ്കാരത്തിലാണ്. എല്ലാ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന 2 സമയങ്ങൾ എല്ലാ ദിവസവും. അതിൽപ്പെട്ടതാണ് സുബ്ഹ് നമസ്കാരവും അസ്ർ നമസ്കാരവും. ഇനി രണ്ടാമത്തത്, ഹദീസുകളിൽ കാണാൻ പറ്റും, ആഴ്ചയിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതുണ്ട്. ആഴ്ചയിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുക. ഹദീസിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുഅറദു അഅമാലുൻ നാസ് ഫീ കുല്ലി ജുമുഅ മറത്തൈൻ യൗമുൽ ഇസ്നൈൻ വയൗമുൽ ഖമീസ്. മനുഷ്യന്മാരുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ ഓരോ ആഴ്ചയും ഉയർത്തപ്പെടുന്നത് 2 തവണയാണ്. ആഴ്ചയിൽ 2 തവണ ഉയർത്തപ്പെടും. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, പ്രവാചകരെ എന്തുകൊണ്ടാണ് നിങ്ങൾ തിങ്കളും വ്യാഴൊക്കെ നോമ്പെടുക്കുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന മറുപടിയിൽ ഒരു മറുപടി ഇതാ, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന സമയമാണ്, അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളും വ്യാഴവും നോമ്പെടുക്കാറുണ്ടായിരുന്നു. ഈ പറഞ്ഞതാ കാരണം. അതുപോലെ തന്നെ മൂന്നാമത്തെ വിഷയം, ഓരോ മനുഷ്യന്റെയും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന വർഷത്തിലെ ഒരു സമയമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഒന്ന് ദിവസത്തിലും മറ്റൊന്ന് ആഴ്ചയിലുമാണെങ്കിൽ, വർഷത്തിൽ ഉയർത്തപ്പെടുന്ന ഒരു സമയം, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ശഅബാൻ മാസത്തെ കുറിച്ച് പറഞ്ഞു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണിത്. ഈ മാസത്തിലാണ് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുക. നമ്മുടെ കർമ്മങ്ങൾ ഇങ്ങനെ ഉയർത്തപ്പെടുക, നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങളും. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഈ കർമ്മങ്ങൾ ഉയർത്തപ്പെടുക എന്താ അതുകൊണ്ട് കാരണം? എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഉയർത്തപ്പെടുന്നത്? എന്തിനാ? നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളൊരു ജോലിക്ക് കയറി, ആ ജോലി നമ്മൾ ചെയ്തു എന്നുള്ളത് നമ്മുടെ മുതലാളി മനസ്സിലാക്കി
അതിന് പ്രതിഫലം നൽകുന്നുണ്ട്. അത് മുതലാളിയിലേക്ക് അറിയപ്പെടണം, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിലേക്ക് അത് മലക്കുകൾ എത്തിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ സുബഹ് നമസ്കരിച്ചു, ഇന്നലെ ഇശാ നമസ്കരിച്ചു, പല നന്മകളും ചെയ്തു, പല പുണ്യങ്ങളും ചെയ്തു. പക്ഷേ അല്ലാഹുവിലേക്ക് അത് ഉയർത്തപ്പെടണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. ചില ആളുകളുടേതൊന്നും എന്ത് ചെയ്യൂല, ഉയർത്തപ്പെടൂല. അതിൽപ്പെട്ട ഒന്നാണത് സുബഹ് നമസ്കാരവും അസർ നമസ്കാരവും ജമാഅത്ത് ഒഴിവാക്കുന്ന ആളുകൾ. സുബഹ് നമസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുക്കാത്തവർ അവര് വീട്ടിൽ നിന്ന് നിസ്കരിച്ചത് കൊണ്ട് ഈ പറഞ്ഞ പുണ്യത്തിലെത്തൂല. കാരണം മലക്കുകൾ ഉണ്ടാകുക വീട്ടിലല്ല, അള്ളാഹുവിന്റെ ഭവനത്തിലാണ്. ആ ഭവനത്തിൽ അവർ ഒരുമിച്ച് കൂടുമെന്നാണ്. അസർ നമസ്കാരം എന്നുള്ളത് ആ ജമാഅത്തിന്റെ പ്രാധാന്യമുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ നിസാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും അത് എടുക്കണ്ടെന്ന് പറയും. മലക്കുകളോട് പറയാണ്, ആ കർമ്മങ്ങൾ വേണ്ട, അതവിടെ വെച്ചോ, ഓരോ കർമ്മങ്ങളൊന്നും വേണ്ട. അങ്ങനത്തെ നിർഭാഗ്യവാന്മാരായ ആളുകളുണ്ട്. കർമ്മങ്ങൾ സ്വീകരിക്കാത്ത ആളുകൾ, അവരെന്ത് നന്മ ചെയ്താലും ശരി, അവർ ഒരു പക്ഷേ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടില്ല. എന്താണ് ആ ദൗർഭാഗ്യവാന്റെ അവസ്ഥ എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തുഅറദു അഅമാലിൻ നാസി ഫീ കുല്ലി ജുമഅത്തിൻ മറത്തൈൻ. നേരത്തെ പറഞ്ഞ ഹദീസ്, മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ എല്ലാ ആഴ്ചയിലും 2 തവണ ഉയർത്തപ്പെടും. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ മുഅ്മിനൻ ഇല്ലാ, എല്ലാ മുഅ്മിനിന്റെയും പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എല്ലാവരുടെ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലാ അബ്ദൻ, ഒരാളുടേതോടി. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടേണ്ടതാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കൂല, അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടൂല. ഇല്ല അബ്ദൻ, ഒരാളുടെ. എന്താണ് ആ ഒരു വ്യക്തിയുടെ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബൈനഹു വ ബൈന അഖീഹി ഷഹ്നാ, അവനും അവന്റെ സഹോദരനും ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ട്. രണ്ടാളുകൾക്ക് ഇടയിൽ ചെറിയ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ നടക്കുക. ഏതോ സമയത്തുണ്ടായ ഒരു പ്രശ്നം, ഏതോ സമയത്ത് പറഞ്ഞ ഒരു വാക്ക്, ഏതോ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം, ആ സംഭവത്തിന്റെ പേരിൽ വർഷങ്ങളായി മിണ്ടാട്ടമില്ലാത്ത ആളുകൾ, വർഷങ്ങളായി കാണുമ്പോൾ തിരിഞ്ഞു പോകുന്ന ആളുകൾ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബൈനഹു വ ബൈന അഖീഹി ഷഹ്നാ, അവനും അവന്റെ സഹോദരനും ഇടയിൽ ചില കുഴപ്പങ്ങളുണ്ട്, ചില അസ്വാരസ്യങ്ങളുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, മലക്കുകളോട് പറയാം, മലക്കുകൾ ആ കർമ്മങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉത്റുകൂ ഹാദൈൻ, ഉത്റുകൂ ഹാദൈൻ ഹത്താ യഫിഅ. രണ്ടാളും വിട്ടണം, ഒരൊന്നും എടുക്കണ്ട, ഒരാദ്യം ഒന്ന് നന്നാട്ടെ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത്? നമ്മളൊക്കെ പല വ്യക്തിബന്ധങ്ങളുമായിട്ട് പോകുന്നവരാണ്, കുടുംബമായി ജീവിക്കുന്നവരാണ്, സാമൂഹികമായിട്ട് ഇടപെടുന്നവരാണ്. എന്നാൽ പല ആളുകളോടും സ്വന്തം ജ്യേഷ്ഠനും അനിയനും തമ്മിൽ പ്രശ്നം, വാപ്പയും മകനും തമ്മിൽ പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം, ഭർത്താവും ഭാര്യ വീട്ടുകാരും തമ്മിൽ പ്രശ്നം. നമ്മൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നത്തിലായ ചില ഘട്ടങ്ങളുണ്ട്. ചില ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ ഓരെത്ര അങ്ങോട്ട് മിണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ മിണ്ടു. ആ ആളാണ് ശഅബാനിൽ മുഴുവൻ നോമ്പെടുക്കാൻ നോക്കുന്നത്, ആ ആളാണ് തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്നത്, ആ ആളാണ് എല്ലാ ദിവസങ്ങളിലും സുബഹ് നമസ്കാരത്തിനും അസ്ർ നമസ്കാരത്തിനും ജമാഅത്തിൽ പങ്കെടുക്കുന്നത്. അള്ളാഹു അവന്റെ കാര്യത്തിൽ പറയാ, ഉത്തുറുക്കൂ, അവരെ വിട് വിട് വിട്, വേണ്ട, അവന്റെ വേണ്ട. അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വയം പരിശോധിക്കണം. നമ്മളൊക്കെ ആരോടെങ്കിലും വല്ല പ്രശ്നങ്ങളിലാണോ എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് തിരുത്തണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പിണങ്ങി നിൽക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തബാഗളൂ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു
ബന്ധം വിച്ഛേദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പരസ്പരം പക വെച്ച് പുലർത്താൻ പാടില്ല. വല തഹാസദു, നിങ്ങൾക്കിടയിൽ ഹസദ്, അസൂയ വെക്കാൻ പാടില്ല. വല തദാബറു, നിങ്ങളുടെ ബന്ധം വിച്ഛേദിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ സഹോദരങ്ങളായിട്ട് ജീവിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം എന്താണെന്നറിയോ? വലാ യഹില്ലു ലിമുസ്ലിമിൻ, ഹലാലല്ല, അനുവദനീയമല്ല. വലാ യഹില്ലു ലിമുസ്ലിമിൻ, ഒരു മുസ്ലിമിന് അനുവാദമില്ല, അനുവദനീയമല്ല, ഹലാലല്ല. അൻ യഹ്ജുറ അഖാഹു ഫൗക 3 അയ്യാമിൻ, തന്റെ സഹോദരനോട് 3 ദിവസം മിണ്ടാതിരിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. എത്ര ഗൗരവമുണ്ട്! 3 ദിവസം കഴിഞ്ഞു, 30 കഴിഞ്ഞു, 300 ദിവസമായിട്ടും മിണ്ടാത്ത ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 3 ദിവസം പോലും വിട്ടു നിൽക്കാൻ പാടില്ല, പിണങ്ങി നിൽക്കാൻ പാടില്ല. അങ്ങനെ ഒരാൾ പ്രശ്നം ഉണ്ടാക്കി, അയാളെടുത്ത് തന്നെയാണ് തെറ്റ്, നമ്മളല്ല തെറ്റുകാർ. പക്ഷെ എന്നാലും അയാളോട് ബന്ധം ചേർക്കണം എന്ന് പറഞ്ഞത്. അങ്ങോട്ട് പോയിട്ട് മിണ്ടുക, അങ്ങോട്ട് പോയിട്ട് സലാം പറയാ എങ്കിൽ ആദ്യം ആരാണോ അതിനു വേണ്ടി ഇറങ്ങണത്, രണ്ടാമന്റെ പ്രതിഫലത്തിൽ കൂടി ആ ഒന്നാമത് പ്രതിഫലം ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ പറ്റും. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഈ വിഷയത്തിൽ പല അശ്രദ്ധയും പല ആളുകളിലുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസത്തിൽ ഒരാള് വിട്ടു നിൽക്കുകയാണെങ്കിൽ, പിണങ്ങി നിൽക്കുകയാണ്, അങ്ങനെ അയാൾ മരണപ്പെടുകയും ചെയ്യും. രണ്ടാളും തമ്മിൽ തെറ്റി, എന്നിട്ട് രണ്ടാളും മിണ്ടുന്നില്ല, അതിൽ ഒരാൾ മരണപ്പെട്ടു. എന്താണ് ഇസ്ലാമിക നിയമപ്രകാരം? പലപ്പോഴും പല ആളുകളും തമ്മിൽ തെറ്റുന്ന സമയത്ത്, ജീവിച്ചിരിക്കെ പല ആളുകളും തെറ്റുകയും പിന്നെ മരിച്ചു കഴിഞ്ഞാൽ വന്ന് മുതലക്കണ്ണീരൊഴുക്കുകയും ചെയ്യുന്ന ആളുകളോടാണ് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അങ്ങനെ രണ്ടാളുകൾ തമ്മിൽ 3 ദിവസത്തിലധികം പിണങ്ങി നിന്നു. ഫമാത, അങ്ങനെ ഒരാൾ മരിച്ചു. അങ്ങനെ ഒരാൾ മരിച്ചാൽ ദഖലന്നാർ, നരകത്തിലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിട്ടുവീഴ്ചയുടെ മാസം കൂടിയാണ്. വിട്ടുവീഴ്ചയുടെ മാസം. നമ്മളിങ്ങനെ റമദാനിനെ കാത്തിരിക്കുക, റമദാനിൽ കുറെ പ്രതിഫലം ചെയ്യണം, ഒരുപാട് പുണ്യങ്ങൾ ചെയ്യണം. എങ്കിൽ ആ പുണ്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും നമുക്കിടയിൽ അകൽച്ചകൾ ഉണ്ടെങ്കിൽ ആ അകൽച്ചകൾ കൂടി തിരുത്തണം. ഇങ്ങോട്ട് ഉപദ്രവിച്ചവരുടെ വിഷയത്തിൽ പോലും വിട്ടുവീഴ്ച കാണിക്കാനല്ലേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്? ഇങ്ങോട്ട് ഉപദ്രവിച്ച ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ ഇരിക്കുക, ഒരു സദസ്സിലായിരിക്കുന്നത്. ആ സമയത്ത് ഒരു അറാബിയായ ഒരു മനുഷ്യൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുതപ്പ് ഇങ്ങനെ തന്റെ ശരീരത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോള് പോലും. ഈ അറാബിയായ ഗ്രാമീണനായ അറബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷോള് പിടിച്ചിട്ട് ശക്തമായി വലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത വേദന വന്നു. പ്രവാചകന്റെ കഴുത്തിന്റെ കളറ് മാറിപ്പോയി. എന്നിട്ട് അയാൾ എന്താ പറയണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, എനിക്ക് വല്ലതും താ, മുർലി മിൻ മാലില്ല അല്ലദി അൻദക, എന്റെ അടുക്കൽ കുറെ സമ്പത്തില്ലേ, അത് നിൽക്കും കാട്ടും. ഈ ഗ്രാമീണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സംസ്കാരമില്ലാത്ത ആൾക്കാരാണ്. പ്രത്യേക സംസ്കാരമൊന്നും ഉണ്ടാവില്ല, കാട്ടറബി എന്നൊക്കെ പറയൂലേ, അത്തരത്തിലുള്ള പ്രയോഗം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരാളാണ് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലുള്ള ആ ഒരു ഷോള് പിടിച്ചു വലിക്കുന്നത്. സ്വഹാബത്തിനൊക്കെ വല്ലാത്ത ദേഷ്യം വന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്നെ വിടി. അയാൾ വിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്റെ കഴുത്ത് ഇങ്ങനെ തലോടിയിട്ട് ആ വേദനയുള്ള ഭാഗം ഇങ്ങനെ തടവിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയണം, മൂപ്പർക്ക് എന്തെങ്കിലും കുടിക്കും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ തിരിച്ച് അയാൾക്കെതിരെ എല്ലാം ചെയ്യാൻ അവിടെ സ്വഹാബത്തുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച ചെയ്യണം. കാരണം ഖുർആൻ പഠിപ്പിച്ചത് അതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദീനിയായിട്ട് കേൾക്കുന്ന ആൾക്കാരാണ്. ഒരു പക്ഷേ നമ്മൾ പിണങ്ങി നിൽക്കുന്ന ആള് ഇതുപോലെ ഒരു കാര്യം കേൾക്കണമെന്നില്ല, ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മനസ്സിലാക്കണമെന്നില്ല. നമ്മുടെ അത്ര പോലും ദീനിന്റെ അറിവോ അതിനെക്കുറിച്ചുള്ള ധാരണകളോ അവർക്കുണ്ടാവണമെന്നില്ല, അല്ലേ? എങ്കിൽ നമ്മളല്ലേ അങ്ങോട്ട് പോയി മിണ്ടേണ്ടത്? ജാഹിലായി ജീവിക്കുന്ന അവർക്ക്, വിവരമില്ലാത്ത അവർക്ക്, ദീനിനെക്കുറിച്ച് ധാരണയില്ലാത്തവർക്ക്, ദീനിനെക്കുറിച്ച് ധാരണയുള്ള, ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള നമ്മളല്ലേ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ,
ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഫഹ്ദറൂഹും, അവരുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക, അവരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഇൻ തഅഫൂ, നിങ്ങൾ അവർക്ക് മാപ്പ് നൽകുകയും, വതസ്ഫഹൂ, നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും, വതഗ്ഫിറൂ, നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യണം. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു അങ്ങേറ്റം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ഈ ആയത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഒരു കാര്യം, നമ്മൾ റമദാനിലും ശഅബാനിലും ഒക്കെ പ്രാർത്ഥിക്കണത് എന്താ? റബ്ബേ എന്റെ പാപങ്ങൾ പുറത്തു തരണേ, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ, അതല്ലേ നമ്മൾ പ്രാർത്ഥിക്കണത്. റമദാനിന്റെ അവസാനത്തെ 10 നമ്മൾ പറയുന്നു, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണമേ. നമ്മൾ ഇങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. എന്നാ നമ്മുടെ തൊട്ടടുത്തുള്ള ആളോട് നമ്മുടെ ചില കുടുംബക്കാർ വന്നിട്ട് പറയാണ്, നിങ്ങൾ തമ്മിലുള്ള ആ പ്രശ്നം ഒന്ന് തീർക്കും. അതും ഉണ്ടൂല, ആ വിഷയം അത് മിണ്ടേണ്ട ആവശ്യമല്ല, ഒരിക്കലും ഞാൻ വിട്ടുവീഴ്ച കൊടുക്കൂല, ഞാൻ ഒരിക്കലും പുറത്തു കൊടുക്കൂല. എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എത്ര വലിയ വിരോധാഭാസമാണ്. നമ്മൾ അള്ളാഹിനോട് പറയാം, അള്ള പറയാണ് അള്ളാഹു ഗഫൂർ ആണെന്ന് പറയുന്നതിന് മുമ്പ് അള്ള അങ്ങോട്ട് നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ മാപ്പ് നൽകണം, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, നിങ്ങൾ പുറത്തു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു പൊറുക്കുന്നവൻ, അല്ലാതെ ബലം പിടിച്ചിരിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു മാസത്തിൽ ഒരാളോടും ഒരു വിരോധവുമില്ലാതെ, ആരോടെങ്കിലും ഏതോ മാസങ്ങളിൽ ഏതോ വർഷങ്ങളിൽ ഉണ്ടായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കാനുള്ള ഒരു മാസമായിട്ട് കൂടി നമ്മൾ ഇതിനെ കാണാം. മൂന്നാമത്തെ ഒരു പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വൈം, എന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്നാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ശഅബാൻ മാസത്തിൽ ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണെന്ന് മാത്രമല്ല, എന്റെ കർമ്മം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിരിക്കണം, അത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അവിടെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂല ലാ യുഫ്തിർ, ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾ വിചാരിക്കും ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നോമ്പ് ഒഴിവാക്കൂല. അങ്ങനെ നബി നോമ്പെടുക്കും, നോമ്പ് ഒഴിവാക്കാതെ എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കും. അതേ ഹദീസിൽ അവർ പറയാണ്, വയുഫ്തിറു ഹത്താ നഖൂൽ ലാ യസൂം, ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പന്നെ എടുക്കും. അപ്പൊ ഞങ്ങൾ വിചാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കാലത്തേക്ക് നോമ്പന്നെ എടുക്കുന്നുണ്ടാവില്ല. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഹദീസിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണെങ്കിലും സഹാബത്താണെങ്കിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കിങ്ങനെ നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കർമ്മങ്ങളും നോക്കിക്കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അതേ ഹദീസിൽ തന്നെ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി നോമ്പെടുത്തിട്ടുള്ളത് റമദാനിലാണ്, പൂർണ്ണമായി നോമ്പെടുത്തു. എന്നാൽ ശഅബാൻ മാസത്തിലെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം എടുക്കാറുണ്ടായി. ഇനി പ്രിയപ്പെട്ടവരെ, ഈ ഹദീസുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറിയ അതേ സ്വർഗ്ഗത്തിലെത്തേണ്ടവർ നമ്മൾ. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ആയിഷ റളിയല്ലാഹു അൻഹയെ പോലുള്ള ആളുകൾ കയറിയ സ്വർഗ്ഗത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ. എന്നാൽ ജീവിതത്തിന്റെ ഇത്ര കാലഘട്ടത്തിനിടയിൽ 30, 40, 50 വയസ്സൊക്കെ ഉള്ളവരുണ്ട്. എന്നെങ്കിലും ഒരു ശഅബാൻ മാസത്തിൽ ഒരു നോമ്പെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു നോമ്പെങ്കിലും. നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ പ്രവാചകരെ ഞാനും നോമ്പെടുത്തിരുന്നു എന്ന് സ്വന്തത്തോടൊന്ന് പറയാം. അവിടെയാണ് നമ്മളൊക്കെ വിലയിരുത്തേണ്ടത്. നമ്മളിപ്പോഴേ ചിന്തിക്കുന്നത് ഇനി റമദാനിൽ എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിലേ ചൂടാണ്, ശരി. പക്ഷേ ആ റമദാനിൽ മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടുള്ളത്, മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത മാസങ്ങളിലും പല നോമ്പെടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ശഅബാൻ മാസം.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശഅബാൻ മാസത്തെ ഒരു ഒരുക്കത്തിനുള്ള മാസമായിട്ട് നമ്മൾ കാണണം. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ശഅബാൻ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നോമ്പെടുക്കുന്നതിനെ കുറിച്ച് സ്വഹാബിയായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചതും ആ ഒരു നോമ്പിനുള്ള കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞതിനെ കുറിച്ചുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. എന്നാൽ ആ ഒരു ഹദീസിന് പുറമെ ഈ ഒരു ശഅബാൻ മാസത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു കാര്യത്തിൽപ്പെട്ടതാണ് ഒരാൾ റമദാനിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് അയാളുടെ ശഅബാനിലാണ്. നമ്മളെല്ലാവരും പറയും റമദാൻ ആയിട്ടുണ്ട്, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് ഒരു 3 ആഴ്ച കഴിഞ്ഞാൽ റമദാൻ, ഇത്ര ദിവസമേ ഇനി റമദാനിന് ബാക്കിയുള്ളൂ. ഒരു പക്ഷേ വീടുകളിലൊക്കെ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. വീടൊക്കെ വൃത്തിയാക്കി അതിന് പ്രത്യേകം ദിവസങ്ങൾ വെച്ചുകൊണ്ടൊക്കെ പലരും ചെയ്യും. മതത്തിൽ അതില്ലെങ്കിലും പള്ളി പ്രത്യേകമായി കൊണ്ട് ഒരുക്കങ്ങൾ ഉണ്ടാകുന്നു. എല്ലാവരും റെഡിയാണ്. പക്ഷെ ഒരാൾ റെഡിയായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ അയാളുടെ ശഅബാൻ മാസം എന്താണെന്ന് ആലോചിക്കണം. പണ്ഡിതന്മാരുടെ വാക്കാണ്. നമ്മുടെ മുൻഗാമികളെ കുറിച്ച് മഹാനായ അംർ ഇബ്നു ഖൈസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇദാ ദഖല ശഅബാൻ, അവര് ശഅബാൻ മാസമായി കഴിഞ്ഞാൽ അഗ്ലഖ തിജാറതുഹു, അവരുടെ കച്ചവടം അവരടക്കും. വീടും കച്ചവടം നടക്കുന്ന ഭാഗങ്ങളൊക്കെ പൂട്ടും, എല്ലാം അവർ നിർത്തിവെക്കും. അവർ ഖുർആൻ തുറക്കും, ഖുർആനിലേക്ക് അവർ നീങ്ങും. അത് മാത്രമല്ല, ഖിറാഅത്തിന് ധാരാളമായിക്കൊണ്ട് സമയം കണ്ടെത്തും. ഏതു മാസം? റമദാനിലല്ല, റമദാനിൽ അവർ ചെയ്യും. പക്ഷെ റമദാനിന് മുമ്പ് തന്നെ ശഅബാനിൽ ഒരുക്കമുണ്ടാകും. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഏതൊരു കാര്യത്തിന്, ഒരു മത്സരത്തിന് പങ്കെടുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് പോയിട്ട് മത്സരിക്കല്ല ചെയ്യുക. അതിനു മുമ്പ് ഒരു വാമപ്പ് ഉണ്ടാകും, അതിനു മുമ്പ് ഒരു ഒരുക്കമുണ്ടാകും. എങ്കിൽ ഒരു വിശ്വാസി അല്ല, നമ്മൾ ഈ ഒരു റമദാനിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശഅബാനിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ എടുക്കുക, ഇനി നമ്മൾ ചെയ്യാനിരിക്കുന്ന കർമ്മങ്ങൾ എടുക്കുക, എന്നിട്ട് നമ്മൾ പരിശോധിക്കുക നമ്മൾ ഈ ഒരു റമദാനിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. അവിടെ മനസ്സിലാകും നമുക്ക് കേവലം ഒരു 9ാമത്തെ മാസം മാത്രമാണ് റമദാൻ. എല്ലാവരും റമദാന് റമദാൻ എന്ന് പറയുമ്പോൾ നമ്മളും റമദാൻ എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഒരുക്കമോ ഒരു തയ്യാറെടുപ്പോ നമ്മളിൽ ഉണ്ടായിട്ടില്ല. വീട്ടിൽ തയ്യാറെടുപ്പുണ്ടാകും, ഭക്ഷണങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും, ഒരു പക്ഷേ നമ്മുടെ ജോലിയുടെ സമയം ഒന്ന് മാറ്റിയിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഈ ഒരു മാസത്തിൽ ഖുർആൻ ഓതി തുടങ്ങിയവർ ആരൊക്കെയുണ്ട്? നോമ്പെടുത്ത് തുടങ്ങിയവർ ആരൊക്കെയുണ്ട്? നന്മകളിലൂടെ മുന്നേറിയവർ ആരൊക്കെയുണ്ട്? നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ഈ ശഅബാൻ മാസത്തിലാണ് അവർ സക്കാത്ത് കൊടുക്കാറുണ്ടായിരുന്നത്. പൊതുവെ ഇന്ന ഒരു സമയം, ഇന്ന സമയത്താണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്നൊന്നുമില്ല. ഓരോ ആളുകൾക്കനുസരിച്ചുകൊണ്ടാണ് സക്കാത്തിന്റെ സമയം തീരുമാനിക്കുക. എന്നാൽ പൊതുവെ മുൻഗാമികൾ ശഅബാൻ മാസത്തിലാണ് സക്കാത്ത് കൊടുക്കാറുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താറുള്ളത്, കണക്ക് നോക്കാറുള്ളത്. കാരണം അതൊക്കെ ഇപ്പൊ തന്നെ നോക്കണം. റമദാൻ ആയിക്കഴിഞ്ഞ പിന്നെ അതിനൊന്നും സമയം ഉണ്ടാവില്ല, ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി ഇറങ്ങേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കുക. നമ്മുടെ മുൻഗാമികളൊക്കെ കയറിയ ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ട് നമുക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയുമോ? ഈ ശഅബാനിന്റെ പുണ്യം കൃത്യമായി കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതുവരെയുള്ള ദിവസങ്ങൾക്കപ്പുറത്തേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്? ആ ഒരു ചിന്തയും
ഒരു തയ്യാറെടുപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.